ഇന്ത്യയിലും ചില സ്വിംഗ് സ്റ്റേറ്റ്സുകളുണ്ട് എന്നവർക്ക് മനസ്സിലായി. ബീഹാറും മഹാരാഷ്ട്രയും വെസ്റ്റ് ബംഗാളും ഈവൻ കർണാടകയും ഒക്കെ സ്വിംഗ് സ്റ്റേറ്റിൻ്റെ പട്ടികയിലേക്ക്. ഈ വിഭ്രാന്തിയിലൂടെയാണ് ഒരുപക്ഷെ ഈ അറസ്റ്റും EDയും CBI എല്ലാം ഇപ്പം ഭയങ്കര സജീവമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. 272 എന്നുള്ള ആ മാജിക് നമ്പറിൽ ടച്ച് ചെയ്യാൻ പറ്റാതിരുന്നാൽ BJPക്ക് പിന്നെ ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ പോലും മോഡി ഫാക്ടർ അസ്തമിക്കുക. അതെ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ ഇതുപോലെ അറസ്റ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുമ്പോൾ, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അത് ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒന്നാണ്. എന്ന് വെച്ചാൽ ഏതൊക്കെ അറ്റം വരെ പോകാമോ അതെല്ലാം ചെയ്യും എന്നുള്ള കൃത്യമായ വാർണിംഗ് ആണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ നൽകുന്നത്. ഇത് ഇന്ത്യ സഖ്യത്തിന് ശക്തി പകരുമെന്നുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു അറസ്റ്റ് കൊണ്ട് അപ്പുറത്തൊരു അലയൻസ് കുറച്ചുകൂടി ശക്തിപ്പെട്ടേക്കാം എന്നുള്ള വ്യാഖ്യാനങ്ങൾ നിലനിൽക്കുമ്പോഴും അത് നൽകുന്ന സന്ദേശം അതിഭീകരമാണെന്ന് തന്നെ പറയാം. എന്തും ചെയ്യും എന്നുള്ളൊരു രീതിയിലേക്ക്. എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയതാണ് നമ്മൾ കണ്ടത്. ഇതിൽ 2-3 വശങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിടാം. അവർ മെസ്സേജ് പാസ് ചെയ്യുക. ഇപ്പോൾ ഭരണത്തിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാർക്കും അല്ലെങ്കിൽ ഭരണത്തിലുള്ള മന്ത്രിമാർക്കും ഏത് അധികാര പദവി കൈയാളുന്നവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ മോഡി നടത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് വശംവദരാകുന്നില്ല എങ്കിൽ നിങ്ങൾ അപകടത്തിലാണ് എന്നുള്ള സന്ദേശമാണ്. ഇപ്പോൾ കോൺഗ്രസും കേജ്രിവാളും തമ്മിൽ ഡൽഹിയിൽ ഒരു ഒത്തുതീർപ്പുണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. കാരണം വെച്ചാൽ ഇയാളെ കൊണ്ട് കോൺഗ്രസിനെതിരെ ക്യാമ്പയിൻ ചെയ്യിപ്പിച്ച് ആ സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം പോലെ 7 സീറ്റുകൾ നേടാനായിരിക്കും BJP ശ്രമിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ഭയാനകമായിട്ടുള്ളൊരു തലത്തിലേക്ക് നമ്മുടെ ഭരണനിർവഹണം മാറിയിരിക്കുകയാണ്. അതിന് എന്നെ ഏറ്റവും വലിയ ആലോചനപ്പെടുത്തുന്നത് നമ്മുടെ കോടതികൾ. സുപ്രീം കോടതിയാണ് ഡെമോക്രസിയുടെ ഒരു ഭരണഘടനയുടെ ഒരു കസ്റ്റോഡിയനാകേണ്ടത്. പക്ഷെ അതൊക്കെ ഏത് ബെഞ്ച് അനുസരിച്ചാണ് ഇന്ന് ഒരുപക്ഷെ നമ്മൾ നീതി പ്രതീക്ഷിക്കേണ്ടത്? ഈ ബെഞ്ചിലേക്ക് പോയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി ഒരു കാരണവശാലും സുപ്രീം കോടതി ബെഞ്ച് അത് ന്യായമായിട്ട് കൈകാര്യം ചെയ്യില്ല എന്ന് വെച്ചാൽ ഷോറൻ്റെ കേസ് വന്നപ്പോഴും ആ രൂപത്തിലാണ് ആ ബെഞ്ച് കൈകാര്യം ചെയ്തത്. അതുകൊണ്ടായിരിക്കാം മനു അഭിഷേക് സിംഗ് ആ ഹർജി പിൻവലിച്ചത് സുപ്രീം കോടതിയിലുള്ളത്. ഇതൊരു വലിയ അസോൾട്ടാണ് ഡെമോക്രസിക്കെതിരെ. ഇത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായിരുന്നുവെങ്കിൽ ഇടപെടേണ്ടതാണ്. പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. അതിന് ടെക്നിക്കലിയും അത് പാടില്ലാത്തതല്ലേ? തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിലുള്ളപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ന്യൂട്രാലിറ്റിയെ ബാധിക്കുന്ന, അതല്ലെങ്കിൽ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അതിനെ മാറ്റിമറിക്കുന്ന ഏതൊരു പ്രവൃത്തിയും പെരുമാറ്റച്ചട്ടത്തിൻ്റെ പരിധി വരുന്നുണ്ട്. ഇവിടെ ഒരു ഉണക്ക ഉത്തരവ് ഒരു ഉദ്യോഗസ്ഥൻ ഇറക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്സെറ്റാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ നടത്തുന്ന ഒരു പരാമർശം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണന വരുമ്പോഴാണ് ഒരു മുഖ്യമന്ത്രി, കേവലം മുഖ്യമന്ത്രി മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവും കൂടിയാണ്. അത്തരം നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലിടും. അത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും എന്നെ അമ്പരപ്പിക്കുന്നൊരു സംഭവം വെച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ളി തൊലി വിളിക്കുന്ന പോലെയാണ്. കപിൽ സിബാൽ നമ്മളുമായിട്ടുള്ള സംഭാഷണത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് അയാളെ കൊണ്ട് ഒരാൾക്കെതിരെ പറയിപ്പിക്കുക. അയാൾ പറയുന്നേയില്ല. 1 പ്രാവശ്യം പറഞ്ഞില്ല, 2 പ്രാവശ്യം പറഞ്ഞില്ല, 3ാമത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും എന്ത് ചെയ്തു? അയാളെ കൊണ്ട് പറയിപ്പിച്ച് ഒരു മൊഴിയെടുക്കുന്നു. മാത്രമല്ല, പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്രൂവർ പട്ടിക കൊടുക്കുന്നു. സുപ്രീം കോടതിയിലെ വളരെ വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഉത്തരവുകളും ഉണ്ട്. അപ്രൂവറുടെ മൊഴി ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അപ്രൂവർ കൂറുമാറി എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്രൂവർ പ്രോസിക്യൂഷൻ ഭാഗത്തേക്ക് പോയി എന്നുള്ളത് കൊണ്ട് തന്നെ അപ്രൂവറെ വെച്ചിട്ട് ഒരിക്കലും ഒരു പുതിയ പ്രതിയെ കണ്ടെത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അൺലെസ് യു ഹാവ് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. ഇവിടെ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ഒന്നുമില്ല. മാത്രമല്ല, ഈ ഒറ്റ മൊഴി തന്നെയുള്ളൂ. ഈ ഒറ്റ മൊഴി മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇത് ഒരു സത്യസന്ധമായ അന്വേഷണം ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ, അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആരെന്നറിയോ? JP നഡ്ഡയാണ്.
അത് പറയാൻ കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കേസിൽ മദ്യ അഴിമതി കേസിൽ അല്ലെങ്കിൽ ഡൽഹി എക്സൈസ് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ഈ ആൾക്കാരെ പിടിച്ച് അകത്താക്കുന്നതിൻ്റെ കാരണം, ചോദ്യം ചെയ്തതിൻ്റെ കാരണം ഇതിൻ്റെ മണി ട്രെയിൽ എങ്ങോട്ട് പോയി ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. മണി ട്രെയിൽ, അതായത് പണം എങ്ങനെ കൈമാറ്റപ്പെട്ടു, ഇവർ ആരോപിക്കുന്ന 100 കോടി രൂപ എങ്ങനെ എവിടേക്ക് പോയി എന്നുള്ളതാണ് ഇവർക്കറിയാത്തത്. ഇവർ പറയുന്ന പ്രകാരം എന്ന് വെച്ചാൽ ഈ പറയുന്ന സൗത്ത് ലോബി കൊടുത്ത 100 കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അപ്പം ഏത് വഴിയിലൂടെയാണ് മണി ട്രെയിൽ? ഇപ്പം മണി ട്രെയിൽ കണ്ടെത്തി. ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന അരബിന്ദോ ഫാർമയുടെ മുതലാളി 60 കോടി രൂപ BJPക്ക് ഇലക്ഷൻ ബോണ്ടായി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മണി ട്രെയിൽ കത്തല്ലേ? അപ്പം BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ തിണ്ണയിലേക്കല്ലേ ഈ മണി ട്രെയിൽ പോയിരിക്കുന്നത്? അപ്പം അദ്ദേഹത്തിനല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? വളരെ ലളിതമായൊരു കാര്യമല്ലേ. കെജ്രിവാൾ മാത്രമല്ല, ഇപ്പോൾ എന്താ പറയുക, ഭഗവന്ത് മാനേനെയും കൂടെ നോട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ മഹുവ മൊയ്ത്രയുടെ വീട്ടിൽ ഇന്നലെ റെയ്ഡ് നടന്നിട്ടുണ്ട്. അതായത് പ്രതിപക്ഷത്ത് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന എല്ലാ നേതാക്കൾക്കെതിരെയും ഇതുപോലെ ED വിട്ട്, അതിൻ്റെ ഒരു ഹിസ്റ്ററി അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ട് നോക്കുമ്പോഴേ അതിനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് കോടതികൾ ഇടപെട്ടിട്ട് ഇത് തടഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ PMLAയുടെ നിർവചനം സുപ്രീം കോടതി റിവ്യൂ ചെയ്യുന്നില്ല എങ്കിൽ, ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയുണ്ട്. 3 യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഒരു കവചം തീർക്കുന്നില്ല എങ്കിൽ, ഇങ്ങനെയുള്ള അനീതികൾക്കെതിരെ ശബ്ദം ഉയർത്തുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റാമ്പൻ മിസ്യൂസ് ഇനിയും അനുസ്യൂതം തുടരുന്നതാണ്. എന്നുവെച്ചാൽ മോഡിക്കൊരു ലൈസൻസ് കിട്ടിയ പോലെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാം. പിന്നെ അത് ഒരു ധൈര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിലൊരു കമ്മ്യൂണൽ ബോംബുണ്ട്, അതായത് ന്യൂക്ലിയർ ബോംബ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ന്യൂക്ലിയർ ബട്ടറുണ്ട്, അതാണ് കമ്മ്യൂണൽ ബോംബ്. അതുള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നമില്ല. ഒരു നിർണായക ഘട്ടത്തിൽ ഞങ്ങൾ ആ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ച് വിഭജനം സാധ്യമാക്കി ജനങ്ങളെ ഞങ്ങൾ പാട്ടിലാക്കി ഞങ്ങൾ ജയിക്കുമെന്നുള്ള ഒരു ധാർഷ്ട്യവും ധിക്കാരമാണ് ഇതിനകത്ത് നിന്ന് വരുന്നൊരു കാര്യം. പിന്നെ എനിക്ക് ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു നിശബ്ദത അപാരമാണ്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലും ഈ വിഷയത്തിലും ഒക്കെ എന്തൊരു വൃത്തിയായിട്ട നിശബ്ദതയാണ്. ഇന്ത്യയിലെ ടെലിവിഷനുകൾ എത്ര സമയം അതിനുവേണ്ടി മുടക്കിയെന്ന് നോക്കണം. ഇന്ത്യൻ ടെലിവിഷൻ ഏറ്റവും രസകരമായത്, ഇന്ത്യയിലെ ടെലിവിഷൻ ഒരു ടെലിവിഷൻ ചാനലിൽ ചർച്ച നടന്നു. ആ ചർച്ചയിലേക്ക് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചു. അമിത്ഷായുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്താണ് അമിത്ഷായുടെ സ്റ്റേറ്റ്മെൻറ്റ്? അതായത് MP മാരുടെ എണ്ണം അനുസരിച്ച് BJPയോട് കമ്പനികൾ അനീതി കാണിച്ചു. അതായത് 303 MP മാരുള്ള ഞങ്ങൾക്ക് കിട്ടിയത് 6000 ഉള്ളൂ, അതേസമയം 53 MP മാരുള്ള കോൺഗ്രസ്സിന് കിട്ടിയത് ഇത്രയാണ്. പ്രൊപ്പോർഷൻ കറക്റ്റില്ല. അപ്പോൾ ഈ അനീതി, ഇലക്ട്രൽ ബോണ്ടിലുള്ള അനീതിയെക്കുറിച്ചാണ് ചർച്ച. ഈ രീതിയിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഡിസ്കോഴ്സും ഈ പറഞ്ഞ വാർത്താ അപഗ്രഥനവും പോകുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന വിഷയം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള അഴിമതിയാണ്. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള നമ്മൾ ഭീകരം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആ അഴിമതികളൊന്നും ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ അതിന് പ്രാപ്തമാക്കി, അത് കൃത്യമായിട്ട് ഇടതുപക്ഷ കക്ഷികൾക്ക് അതിനകത്ത് അഭിമാനിക്കാവുന്ന ഒരു സ്റ്റാൻഡും പൊസിഷനും കൂടിയിട്ട് ഉണ്ട്. പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ സേയില്ലാതെ പോകുന്നത് അവരും അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും കൂടിയിട്ടാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കിട്ടി എന്നതിനപ്പുറത്ത് കോർപ്പറേറ്റ്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്നു ഡെമോക്രസിയിൽ. നമ്മളെപ്പോഴും ആശങ്കയോടെ കാണുന്ന ഒരു കാര്യമുണ്ട്. നയരൂപീകരണത്തിൽ ഏതെങ്കിലും 1-2 കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ 10-15 കോർപ്പറേറ്റുകൾക്ക് സ്വാധീനമുണ്ടാകുക എന്ന് പറയുന്നാൽ അതൊരു ജനാധിപത്യത്തിൻ്റെ അസ്തമനമാണത്. അത് എല്ലാ ലോക ജനാധിപത്യ രാജ്യങ്ങളും ഭയപ്പാടോടെ നോക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് കൺട്രോൾ ഓവർ ദി ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ഇത് പ്രകടമായൊരു കൺട്രോളാണ് വന്നിരിക്കുന്നത്. നിയമപരമാക്കിയ പ്രകടമായൊരു കൺട്രോൾ മാത്രമല്ല, ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ശേഷം, ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ളൊരു ഒപ്പേക്ക് നിയമനിർമ്മാണം നടത്തിയ ശേഷം എങ്ങനെയാണ് ബോണ്ടുകൾ മാറപ്പെട്ടത്? മാത്രമല്ല ഇതിനകത്ത് വേറെ ഒരു ഡബിൾ ഗെയിം കൂടെ നടന്നിട്ടുണ്ട്. ഒന്ന്, ഇതിന് ഒപ്പേക്ക് സ്വഭാവമാണ്, ഇതിന് സുതാര്യത ഇല്ലാത്തതുകൊണ്ട് അത് ആരും അറിയില്ല എന്ന് പറയുകയും ചെയ്യും. അതേസമയം തന്നെ ഇത് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും അറിയുന്നുമുണ്ട്. ആര് ഏത് നമ്പർ ബോണ്ട് വാങ്ങി, ആരുടെ ബോണ്ടാണ്, മറ്റവരുടെയൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സ്പൈ ക്യാമറ കൂടി പ്രതിപക്ഷത്തിൻ്റെ ഓഫീസിൽ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് കോർപ്പറേറ്റുകളുടെ ഈ പറഞ്ഞ കൺട്രോള് വർദ്ധിക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജനങ്ങൾക്ക് എന്താ സേവ് ഉള്ളത്?
ഇപ്പം ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. അത് ജാംനഗർ എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി സൈനിക വിമാനത്താവളമാണ്. ലോകത്തൊരു സൈനിക വിമാനത്താവളവും ഈ രീതിയിൽ തുറന്നിട്ട് കൊടുക്കപ്പെടില്ല. ഒരു വ്യവസായിയുടെ വിവാഹത്തിന് വേണ്ടി, വ്യവസായ കുടുംബത്തിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു സൈനിക വിമാനത്താവളം, അതും പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഒരു വിമാനത്താവളമാണ്. ആ വിമാനത്താവളത്തെ സൈനികമല്ലാത്ത ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കുന്നു. എല്ലാ വിമാനങ്ങളും ഇറങ്ങുന്നു. ഈ രീതിയിൽ ഒരു കോർപ്പറേറ്റ് ഡിക്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പോളിസി ഈ കാര്യത്തിൽ പോലും വരുമ്പോൾ മറ്റു കാര്യങ്ങളിൽ ഏതെല്ലാം രീതിയിലായിരിക്കും പോളിസി വരുന്നത്? 2000 കോടി രൂപ പാവപ്പെട്ട മലയാളികൾ മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള കണ്ണൂർ വിമാനത്താവളത്തിന് ഒരു പോയിൻ്റ് ഓഫ് കോൾ കിട്ടാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കഴിഞ്ഞ എത്ര വർഷമായിട്ട് കയറി നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എത്ര വട്ടം കണ്ടതിന് വേണ്ടിയിട്ട് ആ വിമാനത്താവളത്തിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്നു. അപ്പോഴാണ് ഒറ്റ തീരുമാനം കൊണ്ട് ഒരു സൈനിക വിമാനത്താവളത്തെ ഇൻ്റർനാഷണൽ വിമാനത്താവളമാക്കി മാറ്റി ഈ പറഞ്ഞ പോലെ കസ്റ്റംസും മറ്റേ ഈ പറഞ്ഞ ഇവരെ എല്ലാം കൊണ്ട് വന്ന് അവിടെ സ്ഥാപിച്ച് ഈ രീതിയിലേക്ക് നമ്മുടെ തീരുമാനങ്ങൾ മാറുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ മീഡിയ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങൾ, ലൈസൻസുകൾ, അവരുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നും കൂടി പരിശോധിച്ചാൽ ഇതിൻ്റെ ചിത്രം വ്യക്തമാകും. 4 ലക്ഷം കോടിയുടെ കരാറും 4000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടും, അതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. വളരെ ലളിതമായിട്ട് മാച്ച് ചെയ്യപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മേഘ എഞ്ചിനീയറിങ് 100 കോടി കൊടുത്തു, ആ മാസം തന്നെ അവിടെ മറ്റേ മഹാരാഷ്ട്രയിൽ ഇരട്ട ടണൽ പരിപാടി കൊടുക്കുന്നു. ഓരോ ഈ ഡീലുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ നമ്മുടെ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു രമേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു MP, ആന്ധ്രയിൽ നിന്നുള്ള MP. അദ്ദേഹം TDP MP ആയിരുന്നു. TDP MP ആയിരുന്ന സമയത്ത് ആൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല, റെയ്ഡോട് റെയ്ഡായിരുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, മൂപ്പരെന്ത് ചെയ്തു, BJP-യിലേക്ക് ചേർന്നു, കുറച്ച് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു. ഇലക്ട്രൽ ബോണ്ട് കൊടുത്തുകൂടിയിട്ട് തന്നെ BJP-യിലേക്ക് ചേർന്ന് കൂടിയിട്ട് എന്ത് സംഭവിച്ചു, അന്വേഷണം അവസാനിച്ചെന്ന് മാത്രമല്ല പുതിയ കരാറുകൾ ഹിമാചൽ പ്രദേശിൽ പുതിയൊരു ജലസേചന പദ്ധതി രമേശിൻ്റെ കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ നഗ്നമായിട്ടുള്ളൊരു അഴിമതി. അപ്പം ഇലക്ട്രൽ ബോണ്ടിൽ വ്യവഹാരം ചെയ്യപ്പെട്ട 18,000 കോടിയോ 20,000 കോടിക്കോ അപ്പുറത്ത് ആ ചരട് ഉപയോഗിച്ച് കിടന്ന ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയിലേക്കാണ് നമ്മൾ വരേണ്ടത്. യഥാർത്ഥത്തിൽ കേവലപരമായിട്ട് ഈ തുകയല്ല, ഈ തുക ചരടായി ഉപയോഗിച്ച് നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകളിലേക്കാണ് യഥാർത്ഥത്തിൽ വെളിച്ചം വിതറേണ്ടത്. ഇത് ഇലക്ട്രൽ ബോണ്ട് വന്ന സമയത്താണ് സത്യത്തിൽ ഈ ഒരു ബന്ധത്തെപ്പറ്റി നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ പൊളിറ്റിക്കൽ എക്കോണമിയും വർഗീയതയും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ ബന്ധം തന്നെയാണ് കഴിഞ്ഞ 10 വർഷം, അതിനു മുമ്പ് ഗുജറാത്ത് കാലത്തുള്ള നരേന്ദ്രമോദിയുടെ ഭരണകാലം ഒക്കെ ഈ 3 എണ്ണത്തിൻ്റെയും കൂട്ടുകെട്ട് തന്നെയാണ് ഇതിനെ കൊണ്ട് അതിൻ്റെ ബേസ് മൂലധനം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ ആ രീതിയിൽ പ്രതിപക്ഷ കക്ഷികൾ പോലും അതിനെ ഉന്നയിക്കപ്പെട്ടിരുന്നില്ല ഇത്രയും കാലം. ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോഴാണ് കൃത്യമായി ലിങ്ക് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഒരു സാംസ്കാരിക രംഗത്തെ അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ വർഗീയതയുടെ ഒക്കെ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്തിരുന്നതെന്ന് തോന്നുന്നു. എല്ലാവരും നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളും ഒക്കെ വിമർശനം മുഴുവൻ സാംസ്കാരിക രംഗത്തായിരുന്നു. സാമ്പത്തികത്തെ നമ്മൾ വലിയ രീതിയിൽ പരിഗണിച്ചിരുന്നില്ല. അത് നമുക്ക് പറ്റിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പ്രശ്നവും കൂടിയല്ലേ. നമ്മൾ നേരത്തെ ഇത് കോർപ്പറേറ്റ് ബാന്ധവം അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ടതായിരുന്നില്ലേ? വെല്ല പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. കാരണം വെച്ചാൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതേക്കുറിച്ചൊരു ചർച്ച നടത്തിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞാൽ എൻ്റെ JNUവിലെ ഗവേഷണവും തീസിസിലെ ഒരു ചാപ്റ്റർ തന്നെ ഈ പറഞ്ഞ കോർപ്പറേറ്റ് മേഖലയും കമ്മ്യൂണലിസവും തമ്മിലുള്ള ഒരു ബാന്ധവമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ സംവാദത്തിനോ വ്യവഹാരത്തിനോ ഒന്നും വഴിവെച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ വർഗീയത ഉലയൂതുന്നതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ കോർപ്പറേറ്റ്സ് ആണ്. അത് പ്രകടമായ ഒരു ബാന്ധവമാണ്. മോഡിയെ ഉണ്ടാക്കിയത് തന്നെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു മോഡി ഗുജറാത്തിലെ കലാപങ്ങളിൽ മുഖം നഷ്ടപ്പെട്ട് അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറാൻ പോലും കഴിയാതെ നിൽക്കുന്നൊരു സമയത്ത് വൈബ്രൻറ്റ് ഗുജറാത്ത് എന്നുള്ള സമ്മിറ്റുകൾ ഉണ്ടാക്കി കോർപ്പറേറ്റുകൾ മോഡിയെ കടഞ്ഞെടുക്കുകയാണ്. മോഡിയെ ഒരു രാജ്യത്തിൻ്റെ രക്ഷകനായിട്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ്സാണ് കടഞ്ഞെടുക്കുന്നത്. നോക്കുക. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട സമയത്ത് അദ്ദേഹത്തിനെ ആ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവ് തന്നെ പറയുന്ന സമയത്ത്, പ്രധാനമന്ത്രി തന്നെ പറയുന്ന സമയത്ത്, മുഖ്യമന്ത്രി രാജധർമ്മ പാലിച്ചില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ പരസ്യമായി വന്ന് വൈബ്രൻറ്റ് ഗുജറാത്ത് സമ്മിറ്റ് നടത്തി മോഡിയെ ഇന്ത്യൻ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രമായിട്ട് താരമായിട്ട് അവരോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു
ബാന്ധവം ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെന്ന് പറയുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സാണ്. അവരൊക്കെ ഇതേ രൂപത്തിൽ കോർപ്പറേറ്റുകളെ ആശ്രയിച്ചാണ്. ഇപ്പം ഒരുപക്ഷെ ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം തുടങ്ങിയ സമയത്ത് അന്ന് രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. ആ സമയത്തെ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിരുന്നത് റിലയൻസും ബോംബെ ഡൈയും തമ്മിലുള്ള സംഘർഷമായിരുന്നു. റിലയൻസിൻ്റെ പക്ഷത്ത് കോൺഗ്രസും ബോംബെ ഡൈങ്ങിൻ്റെ പക്ഷത്ത് പ്രതിപക്ഷവും. അത് പ്രധാനമായിട്ടും അരുൺ ഷൂറി ഉൾപ്പെടെയുള്ള BJP നേതാക്കളായിരുന്നു. അപ്പം രണ്ട് കോർപ്പറേറ്റുകൾ തമ്മിലുള്ള സംഘർഷമാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ ചാലുകൾ അന്നത്തെ കാലത്ത് സൃഷ്ടിച്ചത്. പിന്നെ വേറൊരു രസകരമായൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ബോണ്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യകാലത്തൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന 80കളിലും അതിന് മുമ്പുള്ള ആൾക്കാരത് കണ്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കോൺഗ്രസിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ കൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ, സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു കാര്യം കണ്ട് നമ്മൾ അത്ഭുതപ്പെടും. ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു പോയി. അതായത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ജീപ്പുകൾ കിലോമീറ്ററുകളുടെ ക്യൂ ഇവിടെ അക്ബർ റോഡിലുള്ള കോൺഗ്രസ് ഓഫീസിൻ്റെ മുമ്പിലുള്ള വഴികളിൽ ഈ പറഞ്ഞ വലിയ രാജവീഥികളാണ്. ആ രാജവീഥികളുടെ ഒരു സൈഡിൽ മുഴുവൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പുതിയ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുക തെരഞ്ഞെടുപ്പ് സമയത്ത്. ഇത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനി കോൺഗ്രസിന് കൊടുക്കുന്ന സംഭാവനയാണ്. അത് ശരി. അതെ. അപ്പം ഞാനൊക്കെ ആദ്യത്തെ സമയത്ത് എന്തുകൊണ്ട് ഇത് കാണുന്നത്, അത് മഹീന്ദ്ര ജീപ്പ് എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്ത് കേരളത്തിലൊക്കെ ഒരു പ്രതാപത്തിൻ്റെ ചിഹ്നമാണ്. അപ്പം ഈ ജീപ്പുകൾ ഓരോ സ്ഥലത്തേക്കും 2ഉം 3ഉം ഈവൻ ഓരോ എന്താ പറയേണ്ട ഒരു ടൗണിലേക്ക് അല്ലെങ്കിൽ ഒരു ജില്ലയ്ക്ക് 5ഓ 10ഓ ആയിട്ട് വീതം ചെയ്ത് അവിടെ നിന്ന് നീങ്ങുകയാണ്. അപ്പോൾ അത്രത്തോളം പ്രകടമായൊരു കോർപ്പറേറ്റിൻ്റെ ഒരു സ്വാധീനം വഴിയോരത്ത് തന്നെ ഇങ്ങനെ ഒരു പതാക പോലെ ഒരു റാലി പോലെ നമ്മളെപ്പോൾ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ആരോടെങ്കിലും പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല. ആ രൂപത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഈ കോർപ്പറേറ്റ് ഫണ്ടിങ്, കോർപ്പറേറ്റ് സാമഗ്രികൾ. അപ്പോൾ എന്താണ് ഈ മഹീന്ദ്ര ജീപ്പുകളാണ് പിന്നീട് കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തകർ അവരുടെ വാഹനമായിട്ട് പിന്നീട് ഉപയോഗിച്ചിരുന്നത്. ഈ വാഹനം തിരിച്ചങ്ങോട്ട് പോകില്ല. ഇത് പിന്നീട് ഇവിടെയുള്ള നേതാക്കന്മാർക്കും സിൽബന്ധികൾക്കുള്ള അസറ്റാണ്. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള, അപ്പോൾ ഇത് എന്ന് തുടങ്ങിയിട്ടുള്ള കോർപ്പറേറ്റ് ബാന്ധവമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ പ്രാവശ്യത്തെ ഇപ്പോൾ 2014 നിന്ന് വ്യത്യസ്തമായി ഭയങ്കര ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് NDA നിന്നിട്ടുണ്ട്. 2019 അവർക്ക് കൃത്യമായിരുന്നു. പക്ഷേ 2024 ഇലക്ഷൻ അവർ ഭയക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പലതരം രാഷ്ട്രീയ വിശകലനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് പോലും ആ ഭയത്തിൽ നിന്നുള്ള എടുത്തുചാട്ടമായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഈ 400 സീറ്റ് എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും പഴയ ഒരു കൃത്യമായൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു തന്ത്രം മുന്നോട്ട് വയ്ക്കാനോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ബാൽക്കോട്ട് പുൽവാമ അത്തരത്തിലുള്ള വർഗീയ കാർഡിറക്കാനോ ഈ കണ്ട പരിപാടികളൊക്കെ ചെയ്തിട്ടും അങ്ങ് ക്ലച്ച് പിടിക്കാത്തൊരു പ്രശ്നമുണ്ടോ? അങ്ങനെ തോന്നുന്നു. യഥാർത്ഥത്തിൽ ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തോട് കൂടിയിട്ട് ഇതങ്ങ് ഉച്ചസ്ഥായിലെത്തി എന്നാണ്. തീർന്നു, പിന്നൊന്നും എല്ലാം കഴിഞ്ഞു. അങ്ങനെയാണ് ഈ പറയുന്ന 370 ഒറ്റയ്ക്കും മറ്റുള്ളവരെ കൂട്ടി ഒരു 400 എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഇതൊരു ഔട്ടർ ലെയർ കഴിഞ്ഞ് ഒരു സെക്കൻഡ് ലെയറിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ ഒരു മൈക്രോ ലെവലിലേക്ക് ഈ അസസ്മെൻറ്റ് BJP നടത്തിയപ്പോൾ പെട്ടെന്നൊരു കാര്യം ബോധ്യപ്പെട്ടു. അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന പോലെ ഈ അയോധ്യ ഒന്നും പലപ്പോഴും സ്വാധീനം ചെലുത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ അമേരിക്കയുടെ രാഷ്ട്രീയത്തിലാണ് നമ്മൾ ഈ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇന്ത്യയിലും ചില സ്വിംഗ് സ്റ്റേറ്റ്സുകളുണ്ട് എന്നവർക്ക് മനസ്സിലായി. അവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമെന്ന് പറയുന്നത് സൗത്തിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം തെലങ്കാന, ആന്ധ്ര, തമിഴ്നാട്, കേരള ഇതിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കർണാടകയിൽ അവർക്കുണ്ടായിരുന്ന 28 എന്ന് പറയുന്നത് ഏറ്റവും സാച്ചുറേഷൻ, ഇനി അപ്പുറത്ത് പോവില്ല. അപ്പോൾ സൗത്തിൽ ഒന്നും കിട്ടാനില്ല. നോർത്തിൽ അവരുടെ സാച്ചുറേറ്റഡായി. സ്വിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബീഹാറും മഹാരാഷ്ട്രയും വെസ്റ്റ് ബംഗാളും ഈവൻ കർണാടകയൊക്കെ സ്വിംഗ് സ്റ്റേറ്റിൻ്റെ പട്ടികയിലേക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കാം. അപ്പോൾ അവിടെയൊക്കെ സീറ്റുകൾ കുറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വിപത്ത് ഇപ്പം യഥാർത്ഥത്തിൽ ഒറീസയിൽ അവർ വിചാരിച്ചതെന്ന് വെച്ചാൽ അവരുടെ ഒരു ആളാണ് അവിടുത്തെ പാണ്ഡ്യൻ എന്ന് പറയുന്ന ആൾ, VK പാണ്ഡ്യൻ, മറ്റേ ബിജു ജനതാദളിൻ്റെ അല്ലെങ്കിൽ നവീൻ പട്നായിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേഷ്ടാവ്. പക്ഷെ അവർ വിചാരിച്ച പോലെ ആ കാര്യങ്ങൾ നടന്നില്ല. ഇവർ തമ്മിലുള്ള ഒരു അലയൻസ് അവിടെ വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ ഇതെല്ലാം ഇവരെ വല്ലാതെ വിരൽ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഒരു 10-40 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നവർ തിരിച്ചറിയുന്നു. ഇപ്പോൾ ഡൽഹി 7 സീറ്റുകളാണ്. 7 സീറ്റുകളും കഴിഞ്ഞ പ്രാവശ്യം BJP സ്വീപ്പ് ചെയ്തതാണ്. ഇപ്പോൾ എന്ത് ചെയ്തു? അവർ ഒരാളെ മറ്റും നിർത്തിയിട്ട് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ മുഴുവൻ മാറ്റേണ്ട ഗതികളിലേക്ക് അവരെത്തി. എന്ന കാരണം അവരെ നിർത്തിക്കഴിഞ്ഞാൽ
ഒരു ഇൻകംബൻസി ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഡൽഹിയിൽ നിന്ന് 7 സീറ്റ് പോയാൽ അല്ലെങ്കിൽ 5 സീറ്റ് പോയാൽ അതുണ്ടാക്കാവുന്ന ദുരന്തം, ഇതാണ് ഈ വിഭ്രാന്തിയിലൂടെയാണ് ഒരുപക്ഷെ ഈ അറസ്റ്റും ഇഡിയും CBI എല്ലാം ഇപ്പം ഭയങ്കര സജീവമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എല്ലാ ഭരണാധികാരിയുടെയും ഏതെങ്കിലും ഒരു ഘട്ടത്തിലുണ്ടാകുന്നൊരു ഒരു സ്റ്റേജാണ് വെപ്രാളം. ഈ വെപ്രാളത്തിൽ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. തെരഞ്ഞെടുപ്പിലെ പരാജയം അല്ലെങ്കിൽ 272 എന്നുള്ള ആ മാജിക് നമ്പറിൽ ടച്ച് ചെയ്യാൻ പറ്റാതിരുന്നാൽ BJPക്ക് പിന്നെ ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ പോലും മോഡി ഫാക്ടർ അസ്തമിക്കുകയാണ്. അവിടെയാണ് മോഡിയുടെ സോ കോൾഡ് മാച്ചോ പൊളിറ്റീഷ്യൻ എന്നുള്ള ആ ഒരു അവതാരത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് ആബ്സലൂട്ട് മജോറിറ്റിയിൽ മാത്രമേ നിൽക്കൂ. ചില ഈ വൈറസുകൾ ഇത്ര ചൂടിൽ മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ മോഡി എന്ന് പറയുന്ന ആ ഒരു സംഭവം ആബ്സലൂട്ട് മജോറിറ്റിയാണ്. മോഡിയുടെ എല്ലാ ചേഷ്ടകളും ഒരു ആബ്സലൂട്ടായിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. ഒരു സ്വേച്ഛാധിപതിയുടെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പരിഭ്രാന്തി ഉണ്ടാകുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനെ മുൻനിർത്തി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ക്രൈസിസ് പ്രതിപക്ഷ കക്ഷികളുടെ ഇടയിൽ, ഇന്ത്യ സഖ്യത്തിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്ക് UDFും LDFും തമ്മിലാണ് കൃത്യമായ മത്സരം. ഇവിടെ ഒരു ത്രികോണ മത്സരം എന്നുള്ള പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു മണ്ഡലത്തിലും അത് നടക്കുന്നുമില്ല. പക്ഷേ അവിടെ തന്നെയാണ് അതിൻ്റെ ക്രൈസിസും കിടക്കുന്നതെന്ന് തോന്നുന്നു. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നല്ലാതെ പാർലമെൻറ്റ് ഇലക്ഷനിൽ BJPയെ കടന്നാക്രമിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ നടത്താനായിട്ട് പറ്റാത്തൊരവസ്ഥ. കോൺഗ്രസിനെ വിമർശിച്ചാൽ LDFന് അത് പ്രശ്നമാണ്, തിരിച്ചും പ്രശ്നമാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു ക്രൈസിസ് കേരളത്തിൽ ഉൾപ്പെടെ മൊത്തം ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയുന്ന പ്രാദേശിക സംസ്ഥാനങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ UDF LDF തമ്മിലാണ് പോരാട്ടം. ഇപ്പോൾ LDFന് ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്ന ആളാണ്. ഞങ്ങളുടെ പ്രതിപാദനത്തിൽ നല്ലൊരു പങ്കും BJPക്കെതിരെയും കോൺഗ്രസിനെതിരെയും പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ കോൺഗ്രസിനോടുള്ള ഞങ്ങളുടെ പരാതി എന്ന് പറയുന്നത് BJPയെ വേണ്ട രീതിയിൽ നിങ്ങൾ സൈദ്ധാന്തികപരമായിട്ടും ആശയപരമായിട്ടും സംഘടനാപരമായിട്ടും തെരഞ്ഞെടുപ്പുപരമായിട്ടും നിങ്ങൾ ആക്രമിക്കുന്നില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ BJPക്കുള്ളൊരു റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പോലും കേരളത്തിൽ BJPക്കെതിരെ കമാന്തരക്ഷരം പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ CPM വിരുദ്ധതയുള്ള BJP വോട്ടുകളിൽ ഒരു ഭാഗം ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു താല്പര്യമാണ് യഥാർത്ഥത്തിൽ ആ ഒരു സംഭവത്തിൽ നിഴലിക്കുന്നത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് BJPക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ? ഇത്രത്തോളം ഈ പറഞ്ഞ പോലെ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അങ്ങോട്ട് അടർത്തിക്കൊണ്ട് പോയപ്പോൾ പോലും പത്മജയ്ക്കെതിരെ പോലും ഏതോ ഒരു ഒറ്റപ്പെട്ട ഒരു ശബ്ദം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൽ നിന്ന് വന്നല്ലാതെ ബാക്കി ആൾക്കാർ എന്താ പറയുന്നത്? അല്ല, പത്മജ പോയതിനെ അങ്ങനെ തെറ്റ് പറയാൻ പറ്റില്ല. യഥാർത്ഥ ഉമ്മൻചാണ്ടിയുടെ മകൻ പോലും പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? പത്മജ പോയതിനെ തെറ്റ് പറയാൻ പറ്റില്ല. തെറ്റ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പത്മജ പോയത് ശരിയെന്നുള്ളതല്ലേ? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പത്മജയുടെ പോക്ക് എന്ന് പറയുന്നത് ഒരു വലിയൊരു പോക്കിൻ്റെ തുടർച്ച എന്നുള്ള ആണെന്നല്ലേ അവർ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ BJPയെ പിണക്കരുതെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെയാണ് കോൺഗ്രസ് പോകുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിൽ ഞാൻ സത്യസന്ധമായി പറയട്ടെ, ഇക്കാര്യത്തിൽ വളരെ കൃത്യമായൊരു കാര്യമുണ്ട്. ഇക്കുറി ഇടതുപക്ഷത്തിൻ്റെ ശബ്ദവും സാന്നിധ്യവും പാർലമെൻറ്റിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് 2 കാര്യങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഒന്ന്, ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമായി നിലനിൽക്കുക എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി. 2, കേരളത്തിൻ്റെ അവകാശങ്ങൾ കൃത്യമായി ചോദിച്ച് പോരാടി പ്രക്ഷോഭം നടത്തി വാങ്ങുക എന്നുള്ള ഗ്യാരണ്ടി. ഈ 2 ഗ്യാരണ്ടികൾക്കും ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം വിപുലപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജനങ്ങളോട് ഇക്കാര്യം പറയുമ്പോൾ ജനങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ കുറച്ച് MPമാരെ ഉള്ളെങ്കിൽ പോലും ഞങ്ങളുടെ ഈ കുറച്ച് MPമാർ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളുടെ ഒരു 1000-ൽ പോലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പാർലമെൻറ്റ് ഉണ്ടായിട്ടില്ല. BJPക്കെതിരെ, BJPയുടെ വർഗീയതയ്ക്കെതിരെ വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ MPമാർ കാണിച്ച ആർജവത്തിൻ്റെ ഒരു എന്താ പറയുക, 1000-ൽ 1 ആർജവമോ ആത്മാർത്ഥതയോ പ്രകടിപ്പിക്കാത്തവരാണ് കോൺഗ്രസ്സുകാർ. കേരളത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ഗൗരവമായിട്ടുള്ളൊരു ചിത്രമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അതിനോട് ജനങ്ങൾ പ്രതികരിക്കും, നല്ല രീതിയിൽ പിന്തുണ അർപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ എനിക്കുള്ളത്. അങ്ങനെ പറയുമ്പോഴും കോൺഗ്രസ് കൃത്യമായിട്ട്
കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നില്ല അല്ലെങ്കിൽ സംഘപരിവാറിനെ വിമർശിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഈ ഇലക്ഷൻ കാലത്ത് LDF കോൺഗ്രസിനെ തന്നെയാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദേശീയ രാഷ്ട്രീയം മുന്നോട്ട് വേണ്ടത്ര രീതിയിൽ വെക്കുന്നില്ല എന്ന് വിമർശിച്ചാൽ? അല്ല, അത് കേരളത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫൈറ്റ് UDF LDF തമ്മിലല്ലേ, നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഒരു പ്രത്യക്ഷ എതിരാളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 1-2 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നേരിട്ടുള്ള പോരാട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ടേർഫിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ എതിർപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശമെന്ന് പറയുന്നത് UDF തന്നെയായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നോക്കുക, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ഓരോ ജില്ലകളിൽ നടക്കുന്ന CA വിരുദ്ധ റാലി യഥാർത്ഥത്തിൽ കേന്ദ്ര നയത്തിനെതിരെയുള്ളതല്ലേ, അത് കോൺഗ്രസിനെതിരെയുള്ളതല്ല. ഞങ്ങളെപ്പോലെ നിങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഞങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ക്യാമ്പയിൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ വർഗീയതയുടെ അല്ലെങ്കിൽ CA പോലുള്ള നിലപാടുകൾക്കെതിരെയുള്ള വലിയൊരു ക്യാമ്പയിനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ആശയപരമായിട്ടുള്ള ഞങ്ങളുടെ പ്രചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അകക്കാമ്പ് എന്ന് പറയുന്നത് ഇതിവൃത്തം എന്ന് പറയുന്നത് BJP പ്രദാനം ചെയ്തതാണ്. പക്ഷേ അതിനോട് പൊരുത്തപ്പെടുന്ന സമരസപ്പെടുന്ന കോൺഗ്രസിനെതിരെയും ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ തൃശ്ശൂർ, തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങളെടുത്താൽ ത്രികോണ മത്സരം എന്ന് BJP അവകാശപ്പെടുന്ന, എന്നാൽ പക്ഷേ അവിടെ ഒരു മത്സരത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയൊക്കെ സ്ഥാനാർത്ഥിത്വത്തിന് സാധിക്കുന്നുണ്ട്. ക്യാമ്പയിൻ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ എന്തൊക്കെയായി അതിനൊരു LDFൻ്റെ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ തോന്നൽ എന്താണ്? ഞാൻ കൃത്യമായിട്ട് പറയട്ടെ. 1, BJPക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല. 2, BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെന്ന് പറയുന്ന തിരുവനന്തപുരം, പത്തനംതിട്ട പോലുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കിട്ടിയ വോട്ട് കിട്ടില്ല. എന്തുകൊണ്ട്? കഴിഞ്ഞ പ്രാവശ്യം സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർ BJP സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു പിൻബലത്തിൽ അന്നത്തെ ഒരു ഈ പറഞ്ഞ നമ്മുടെ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ഒരു ആരവത്തിൽ ചില സ്ഥാനാർത്ഥികൾക്ക് കുറേയും കൂടി വർദ്ധിതമായിട്ടുള്ള പിന്തുണ നൽകിയിരുന്നു. ഇപ്പം രാജഗോപാലും കുമ്മനം രാജശേഖരനും മത്സരിച്ച 2014, 19 എന്നുള്ള ആ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള പിന്തുണ 2024 കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ പിന്നെ BJPക്ക് ഒരു തിരിച്ചടിയായിരിക്കും ഉണ്ടാകുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ കണക്കൂട്ടൽ. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ നടത്തിയ പോലെ സർവേ നടത്തിയിട്ടില്ല. സ്ഥാനാർത്ഥി പോലും ആകാതെ BJPക്കും NDAക്കും ഇത്ര ശതമാനം വോട്ട് പറഞ്ഞ സർവേകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഞാനൊരു സർവേ കാണുകയില്ല, ഞാനൊരു ആ സർവേ നടത്തിയ സ്ഥാപനത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വടകരയിൽ BJP സ്ഥാനാർത്ഥിയുടെ വോട്ടിംഗ് ശതമാനം ആ സർവേ പ്രകാരം 22%. ഞാൻ അത്ഭുതപ്പെട്ടു. വടകരയിൽ എനിക്കറിയാവുന്നൊരു മണ്ഡലമാണ്, ഞാൻ കണ്ണൂരുള്ള ആളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യം 7.5%, 22%. ഞാൻ അത്ഭുതപ്പെടുവാണ്. ഈ സർവേ നടത്തിയ ആൾക്കാർ ഒരു ഡേറ്റ മൈനിങ്, ചിസിലിംഗ് എന്നുള്ളൊരു ഏർപ്പാടുണ്ട്. ഒരു സ്വാഭാവികം വേണ്ടേ? 3 ഇരട്ടിയായിട്ട് BJPയുടെ വോട്ട് വടകര മണ്ഡലത്തിൽ കൂടുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം ഇതുപോലുള്ള സർവേകളെ ആശ്രയമാക്കിയല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു നിഗമനപ്രകാരം BJPക്ക് ഇക്കുറിയും നിരാശപ്പെടേണ്ടി വരും. പിന്നെ തൃശ്ശൂർ യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഒരു ത്രികോണ മത്സരം ഉണ്ടാകണമെന്ന് ആദ്യം ആഗ്രഹിച്ചത് BJP അല്ല, കേരളത്തിലെ മാധ്യമങ്ങളാണ്. അതായത് ഒരു 30-40 വർഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ പത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ 3 സ്ഥാനാർത്ഥികളുടെ പേര്, 3 സ്ഥാനാർത്ഥിക്കും തുല്യ പരിഗണന. ഇത് BJP തന്നെ ആഗ്രഹിക്കുന്നില്ല. BJPക്ക് 5%, 6% ഉണ്ടായിരുന്ന സമയത്ത് പോലും ഒട്ടും പ്രൊപ്പോർഷണൽ അല്ലാതെ ഈ കള്ളികളിൽ ഇങ്ങനെ ഈ പടം പിടിച്ചിരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ ചർച്ചകൾക്കും അതിനകത്ത് വലിയ പങ്കുണ്ട്. ടെലിവിഷൻ ചർച്ചകളിലേക്ക് കൃത്യമായിട്ട് 3 വരെ കൊണ്ടുവരും. അത് മാത്രമല്ല പലപ്പോഴും മൂന്നാമത്തെ BJP വക്താവിന് കുറച്ചും കൂടി ഒരു പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ ഞാൻ പറയുന്നത്, ഞാനിപ്പം ഒരു ചാരം എന്നുള്ളതല്ല, നമ്മുടെ ഒരു മാധ്യമ സംസ്കാരം അങ്ങനെയാണ്. ഇപ്പം ആ രീതിയിലേക്ക് മാധ്യമങ്ങൾ ഇപ്പോൾ കൈരളി വന്നപ്പോഴും BJP ഒരു ഭരണകക്ഷിയുടെ പദവിയിലേക്കൊക്കെ കേന്ദ്രത്തിൽ വന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ പറയുന്ന പൊതുവെ നമ്മളിപ്പോൾ എന്തൊക്കെ തന്നെ മാധ്യമങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താലും മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വ്യവസായമാണ്. മനസ്സിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായം എന്ന് തോന്നുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനമുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും കേരളത്തിലെ മാധ്യമങ്ങൾ 5 പതിറ്റാണ്ടായി നടത്തുന്ന ഈ ത്രികോണ പരിപ്രേക്ഷ്യമൊന്നും ഇക്കുറിയും സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ
തൃശ്ശൂർ സുരേഷ് ഗോപി എനിക്കൊന്ന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും പറയാറുണ്ട്, സുരേഷ് ഗോപിയെ ഇങ്ങനെ അഴിച്ചുവിടുക, അദ്ദേഹത്തിനോട് കൂടുതൽ സംസാരിക്കാൻ പറയുക. കൂടുതൽ സംസാരിച്ചു അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്ന സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ പ്രചരണം നടത്താൻ പോകുന്ന സുരേഷ് ഗോപിക്കെതിരായിരിക്കും. അതെ ഞാൻ പറയാറുണ്ട്, അദ്ദേഹത്തിന് പറയാൻ വിടൂ, നിയന്ത്രിക്കരുത്, അദ്ദേഹം പോട്ടെ എന്നുള്ളതാണ്. എൻ്റെ ഒരു സ്നേഹിതനാണ്, ഞങ്ങൾ രാജ്യസഭയിൽ ഒരുമിച്ചായിരുന്നു, ഒരു സമിതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ED റെയ്ഡ് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. അത്തരത്തിലുള്ള ഇപ്പോൾ നമുക്കറിയാം തോമസ് ഐസക്കിനെ കുറേ നാള് ഇങ്ങനെ വിടാതെ പിന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. അത്തരമൊരു ഭയം കേരളത്തിലെ നേതാക്കൾ നേരിടുന്നുണ്ടോ? അല്ല, കേരളത്തിൽ ED വെച്ച് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നെ അത്ഭുതപ്പെടുത്തി നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു കാര്യം, ഞാനത് പറയുന്നതിനൊന്നും വിചാരിക്കരുത്. എന്ന് വെച്ചാൽ ദേശാഭിമാനി പത്രം, അത് ഞാനൊന്ന് പറയാം, 2 കോടി രൂപ സാന്റിയാഗോ മാർട്ടിൻ്റെ അടുത്ത് നിന്ന് ബോണ്ട്, മറ്റേ ഇലക്ട്രൽ ബോണ്ടല്ല, ബോണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അവർ അവരെ ഒപ്പുവെച്ച കരാർ പ്രകാരം ഒന്നെങ്കിൽ പരസ്യത്തിൽ തട്ടിക്കഴിക്കും, അല്ലെങ്കിൽ ഈ ബോണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതാണ് 2 കോടി രൂപ. എനിക്ക് തോന്നുന്നു, ഞാൻ അതിനെക്കുറിച്ച് ചെറിയതായിട്ടൊന്ന് പരിശോധിച്ചപ്പോൾ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ 3 ആഴ്ച ചർച്ച ചെയ്തു. 3 ആഴ്ച തുടർച്ചയായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ അതൊരു 1.5 മാസത്തോളം വാർത്തയായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. 2 കോടി രൂപ. ആ 2 കോടി രൂപ എനിക്ക് തോന്നുന്നു ദേശാഭിമാനി തിരിച്ചു കൊടുക്കുകയും ചെയ്തു വിവാദം വന്നപ്പോൾ. 1368 കോടി രൂപ സാന്റിയാഗോ മാർട്ടിൻ BJPക്കും കോൺഗ്രസിനും മറ്റ് കക്ഷികൾക്കും കൊടുത്തതിനെക്കുറിച്ച് നമ്മൾ എത്ര സ്പേസ്, എയർ ടൈം കൊടുത്തു? ഇതൊരു ഇരട്ടത്താപ്പില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ കരുവന്നൂർ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഉണ്ടായിരുന്നത് 100 കോടി രൂപ ഡീമോണിറ്റൈസേഷൻ സമയത്ത് 100 കോടി രൂപ അവിടെ നിക്ഷേപിക്കപ്പെട്ടു. ഇതെങ്ങനെയാണ്? ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കലാണോ എന്നുള്ളതാണ്. ഞാൻ പരിശോധിച്ചപ്പോൾ അമിത്ഷാ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്ന അഹമ്മദാബാദ് ഏർബൻ ബാങ്കിൽ 1000 കോടി രൂപയുടെ നിക്ഷേപം സംഭവിച്ചു. ഗുജറാത്തിലുള്ള നിരവധി സഹകരണ ബാങ്കുകളിൽ 700-800 കോടി രൂപയുടെ. കേരളത്തിലെ മൊത്തം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ട ഈ പറഞ്ഞ ഡിമോണിറ്റൈസേഷൻ സമയത്ത് നിക്ഷേപിക്കപ്പെട്ട തുകയേക്കാൾ കൂടുതൽ തുക ഗുജറാത്തിലെ 1-2 സഹകരണ ബാങ്ക് നിക്ഷേപിക്കപ്പെട്ടു. ഒരു കോൺസ്റ്റബിൾ ആ ബാങ്കുകളുടെ പടിവാതിലെത്തിയതായിട്ടോ അവിടെ ഒരു നോട്ടീസ് കൊടുത്തതായിട്ടോ കേൾക്കാൻ പറ്റും. നമ്മുടെ ബാങ്കുകളിലെ ക്രമക്കേടുകൾ നമ്മൾ കണ്ടെത്തണം, പരിശോധിക്കണം, പരിഹരിക്കണം, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കിൽ നടക്കുന്ന അത്രയും തീവെട്ടിക്കൊള്ള വേറെ എവിടെയെങ്കിലും ഉണ്ടോ? BJPയുടെ ഈ പറയുന്ന 10 വർഷക്കാലം 14 ലക്ഷം കോടി രൂപയാണ് ലൂട്ട് ചെയ്യപ്പെട്ടത്, വെർച്വലി ലൂട്ട് ചെയ്യപ്പെട്ടു. ഇപ്പം നമ്മളൊക്കെ പാർലമെൻറ്റിലിരുന്ന് എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ നിർമ്മലാ സീതാരാമൻ ഇങ്ങനെ നമ്മളെ കടിച്ചു കയറാൻ വേണ്ടി രംഗത്തേക്ക് വരും. പക്ഷേ യാഥാർത്ഥ്യം അതില്ല. ഇപ്പം നോക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് തകർച്ച. ഒരുപക്ഷെ ഡെമോക്രസി നിൽക്കണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. നമ്മളെപ്പോഴും പറഞ്ഞത്, നമ്മൾ ഈ പറഞ്ഞ പാർലമെൻറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ജുഡീഷ്യറി ഉണ്ടാക്കിയിട്ട് കാര്യം, ഇതിനെ താങ്ങി നിർത്തുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് വേണം പ്ലാനിംഗ് കമ്മീഷനാകാം, മറ്റാകാം, മറിച്ചാകാം, ബാങ്കുകളാകാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട SBI എന്നുള്ള ബാങ്ക് യഥാർത്ഥത്തിൽ BJPയുടെ കയ്യിൽ ഒരു പാവയാണെന്ന് തെളിയിക്കപ്പെട്ടില്ലേ? നിർമ്മലാ സീതാരാമൻ പാർലമെൻറ്റിലെ ചർച്ചകളിൽ ഏറ്റവും വാചാലമാകുന്നത് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ഫോൺ ബാങ്കിങ് സംവിധാനം ഉണ്ടായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോൺ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഇതേക്കുറിച്ചൊന്നും അറിയാത്ത ഭാവത്തിൽ ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ജഗദീപ് ധംകർ, നിർമ്മലാജി വാട്ട് ഈസ് ദിസ് ഫോൺ ബാങ്കിങ് എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അവർ വാചാലമാകും. ഇത് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടല്ല. അന്നത്തെ കാലത്ത് ഈ UPA ഓഫീസുകളിൽ നിന്ന്, മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് ബാങ്ക് മേധാവികൾക്ക് ഫോൺ പോവുകയും 1000 കോടി രൂപയുടെ വായ്പ കൊടുക്കുകയും ചെയ്യുന്നതാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. അതിനേക്കാൾ വലിയ ലൂട്ടിങ്ങിൻ്റെ നടന്നിരിക്കുന്നു. നോക്കുക. പിന്നെ SBI എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് ഭരണകക്ഷിയുടെ ഒരു എന്താ പറയുക, ഒരു പോഷക സംഘടനയായി മാറിയില്ലേ? അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഒരു തകർച്ച ഒന്ന് നോക്കുക. അപ്പോൾ ഈ പറയുന്ന കേരളത്തിൽ വന്നിരിക്കുന്ന EDക്കാർ തലകുത്തി നോക്കും. ഒരുപക്ഷെ അവർക്ക് ആകെ വിഷമമായിട്ടുണ്ടാവും. അവർ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്ന വ്യാപ്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഉള്ളത് പല്ലുമുട്ടായിയാണ്, കടുകുമുട്ടായി. ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ജനങ്ങളുടെ കാശാണ്. അത് അന്വേഷിക്കേണ്ടെന്നോ കുറ്റവാളികളെ പിടിക്കേണ്ടെന്നോ ഒരിക്കലും പറയില്ല. എന്ന കാരണം വെച്ചാൽ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തെ, സഹകരണ ബാങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണക്കാരുടെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ സഹകരണ ബാങ്ക് ഉണ്ടാക്കിയത് എന്തിനാണ്? ഈ പറഞ്ഞ ഈ ബ്ലേഡ് കമ്പനികളുടെയും അല്ലെ മണി ഷാർക്കുകളുടെയും ഒക്കെ പിടിയിൽ നിന്ന് സാധാരണക്കാരെ ജനങ്ങൾക്ക് ഒരു ആശ്വാസം പകരാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവരുടെ സ്ഥാപനമാണ്.
യഥാർത്ഥത്തിൽ അവരുടെ ദൈനംദിന സാമ്പത്തിക വ്യവഹാരങ്ങളെ യഥാർത്ഥത്തിൽ നിലനിർത്തിപ്പോകുന്നത് അവരുടെ സഹകരണ ബാങ്കുകളാണ്. അപ്പോൾ ആ ബാങ്കുകൾ നല്ല ഓജസ്സോടെ ആർജവത്തോടെ അല്ലെങ്കിൽ ആരോഗ്യത്തോടെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷേ അതിനെ ഇല്ലായ്മ ചെയ്യാൻ നിൽക്കരുത്. ഹൈക്കോടതി പോലും ഇടപെട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകരുത്, ഇത് നിങ്ങൾ അവിടത്തുള്ള നിക്ഷേപം നടത്തിയ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ തൃശ്ശൂരിൽ നിർത്താൻ പാടില്ല എന്ന് സഹികെട്ട് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു. അതുകൊണ്ട് ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ എന്ത് വൃത്തികേടുകളും കാണിക്കും. എന്താ കാരണം പഴയ സ്വർണ്ണക്കടത്തിൻ്റെ സമയത്ത് ഇവരൊക്കെ നൽകിയിട്ടുള്ള കള്ളക്കഥകളുടെയൊക്കെ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ ആ തലക്കെട്ടുകൾക്കൊന്ന് പരിശോധിച്ച് നോക്കണം കേട്ടോ. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല ഗവേഷണ വിഷയം എന്നുള്ളത് ഈ എക്സ്ക്ലൂസീവ് സ്റ്റോറികളായിരിക്കും. ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി ഇപ്പം കോടതിയിൽ എന്തോ ഒരു ഉത്തരവിന് വന്നെന്ന് തോന്നുന്നു, എന്താ പറയേണ്ട ലോക്കർ സ്റ്റോറി, ആ ലോക്കർ. മറ്റേ ഈ എന്താ പറയണ്ടേ കാറ്റാടിപ്പാടം, മറ്റേ സ്വർണം, മറ്റത് ബൈബിള് ഖുറാൻ, ഇതൊക്കെ യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു സാധനമാണ്. ഇന്റർനാഷണൽ മീഡിയ വരെ വിശകലനം ചെയ്ത ഒരു കാര്യമാണ് ഇന്ത്യയിലെ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് പറയുന്നത്. അങ്ങനൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ചരിത്രപരമായിട്ട്, ആ ഒരു ഗ്യാപ്പിനുള്ളൊരു സാധ്യത രാഷ്ട്രീയമായി. അത് രണ്ട് വശമുണ്ട്. ഒന്ന്, ഇതിനെ ഒരു നോർത്ത് സൗത്ത് ഡിവൈഡായിട്ട് കാണരുതെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ അതേസമയം തന്നെ സൗത്തിനെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി പീനലൈസ് ചെയ്യാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ 18% ഓഫ് ദ പോപ്പുലേഷൻ, 18% ജനങ്ങൾ 35% കോൺട്രിബ്യൂഷൻ GDP നടത്തുന്നുണ്ട്. നമ്മൾ 18% ഉള്ളൂ ജനസംഖ്യ സൗത്തിൻ്റെ. 2, കേന്ദ്രം മുമ്പോട്ട് വെച്ച എല്ലാ ബെഞ്ച് മാർക്കുകളും ക്രോസ് ചെയ്ത് പോയതാണ് സൗത്ത്. ഇപ്പം നിങ്ങൾ സാക്ഷരത പറഞ്ഞു, ആരോഗ്യം പറഞ്ഞു, വിദ്യാഭ്യാസം പറഞ്ഞു, എല്ലാം പറഞ്ഞു. നമ്മളെന്ത് ചെയ്തു? ഈ പറഞ്ഞ ജനസംഖ്യാ നിയന്ത്രണം പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ നടപ്പിലാക്കി കഴിയുമ്പോൾ പറയാണ്, അപ്പം നിങ്ങൾ നടപ്പിലാക്കിയ സ്ഥിതിക്കുണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ടൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആസ്പിറേഷൻസ് ഉണ്ടെന്ന്. എനിക്കെൻ്റെ ജനങ്ങൾക്ക്, നമ്മുടെ സഹപ്രവർത്തകർക്ക്, നമ്മുടെ കൂടെയുള്ള നമ്മുടെ പാവപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്, അവർക്ക് കൂടുതൽ നല്ല റോഡ് കൊടുക്കണം, കൂടുതൽ ആരോഗ്യം കൊടുക്കണം, അവരുടെ ആസ്പിറേഷൻസ് ഞാൻ പാലിക്കണം. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെ വിഭവങ്ങൾ മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ഉത്തരേന്ത്യക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്ത സൗത്തിനെ പീനലൈസ് ചെയ്യാൻ പാടില്ല. ഒരു ബാലൻസ് ഉണ്ടാക്കണം അവിടെ. നമ്മുടെ ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയാണ്, നമ്മൾ ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കണം. പക്ഷേ പെർഫോം ചെയ്തു എന്നുള്ള പേരിൽ സൗത്തിനെ പീനലൈസ് ചെയ്യാൻ പാടില്ല. 1. 2, ഇപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് യഥാർത്ഥത്തിൽ സൗത്ത് ഒരു കോളനിയാണ്, നോർത്തിൻ്റെ കോളനി. ഇത് യാതൊരു തർക്കമില്ല. എന്താ കാരണം? എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നയങ്ങളും കൈക്കൊള്ളുമ്പോൾ സൗത്തിനെ കണക്കിലെടുത്തിട്ടല്ല. മറ്റൊരു കാര്യം, ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ ഇപ്പോൾ എന്തിനാണ് പുതിയ പാർലമെൻറ്റ് ഉണ്ടാക്കിയത്? പുതിയ പാർലമെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ അവർ ലക്ഷ്യം എന്തായിരുന്നു? കസേരകളുടെ എണ്ണം കൂട്ടല. ഇപ്പോൾ 543 അംഗ ലോകസഭയിൽ 850 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സഭയാക്കി മാറ്റിയതുകൊണ്ടാണ്. അതായത് ഇനി ഡീലിമിറ്റേഷൻ, മണ്ഡല പുനർനിർണ്ണയം നടത്തുമ്പോൾ ഞങ്ങൾ കുറേ പേരെ കൊണ്ടുവരും. അപ്പോൾ സൗത്തിനെ പീനലൈസ് ചെയ്ത് കഴിഞ്ഞ് ഉത്തരേന്ത്യയിലെ 3-4 സ്റ്റേറ്റ് മാത്രം വിചാരിച്ചാൽ ഭരണം പിടിച്ചെടുക്കാമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഫെഡറലിസ്റ്റെ തകർത്ത് കളയും. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, ഇത് ഭയങ്കര വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ്. ഐക്യം നിലനിർത്തണമെങ്കിൽ 3 കണ്ടീഷൻസ് വേണം. 1, ഡെമോക്രസി, ജനാധിപത്യവും ഫെഡറലിസവും മതനിരപേക്ഷതയും ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടി. ഈ 3 പ്രധാനപ്പെട്ട തൂണുകൾ ദ്രവിച്ചു പോയി കഴിഞ്ഞാൽ രാജ്യത്തിന് ഐക്യം ഉണ്ടാവില്ല. ഇതിനേക്കാൾ ചെറിയ വിഷയങ്ങൾക്ക് രാജ്യങ്ങൾ ശിഥിലമായ ഏടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ബംഗ്ലാദേശ് എങ്ങനെയുണ്ടായത്? അവിടെ ഭാഷാപരവും മറ്റു പരമായിട്ടുള്ള ഒരുപാട് അനൈക്യം കൊണ്ടല്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യമുണ്ട്. ഞാൻ പഠിച്ച് ഈ രാജ്യസഭ മെമ്പറായപ്പോൾ ഞാൻ പഴയ ചില ഡിബേറ്റുകൾ പരിശോധിച്ച് നോക്കിയാണ്. 1963 അണ്ണാദുരൈ രാജ്യസഭ മെമ്പറായിരുന്ന സമയത്ത് നടത്തിയൊരു പ്രസംഗമുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ നോർത്തിൻ്റെ ഹെജിമണി മേൽക്കോയ്മ സൗത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ സെൽഫ് ഡിറ്റർമിനേഷന് പോകാൻ നിർബന്ധിക്കപ്പെടും. ഞാനിത് പറയുന്നത് അണ്ണാമല പറഞ്ഞുകൊണ്ടാണ്, ഇപ്പം അല്ല സോറി അണ്ണാദുരൈ പറഞ്ഞുകൊണ്ടാണ്. അണ്ണ പറഞ്ഞ വാചകങ്ങൾ ഞാൻ ഉദ്ധരിക്കുക. ഞാനിങ്ങാനാണത് പറഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ ജയിലിൽ പോകും. എന്താ കാരണം വെച്ചാൽ ദേശദ്രോഹിയാവും. അങ്ങനെ പറഞ്ഞൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി. 2, നമ്മുടെ കൾച്ചറൽ ട്വീക്കിങ്. ഇപ്പോൾ നോക്കുക, നമ്മൾ ഏത് കാര്യത്തിലും ഭാഷ ഹിന്ദി അടിച്ചേൽപ്പിക്കുക. പുതിയ കരിക്കുലം നോക്ക്, പുതിയ കരിക്കുലം പ്രകാരം എന്താണ്?
2 ഫോറിൻ ഭാഷകൾ പഠിക്കണം എന്ന് പറഞ്ഞു, ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറയുന്നില്ല. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ആൾക്കാരല്ല, പക്ഷെ നോളജിൻ്റെ ഭാഷയാണ് ഇംഗ്ലീഷ്. ഇപ്പം മെഡിക്കൽ പുസ്തകങ്ങളെല്ലാം ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് എന്തോന്ന് ഇവർ ചെയ്ത് കൂട്ടണേ, ഇങ്ങനെയൊക്കെ നടക്കുമോ? അപ്പം ഹിന്ദി, നമ്മുടെ കൾച്ചർ, ഇതെല്ലാം മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടൊരു ബാക്ക്ലാഷ് ഉണ്ടാവും. അത് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. BJP ഗവൺമെൻറ് അതിനുവേണ്ടി കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. BJP ഗവൺമെൻറ്റിൻ്റെ എല്ലാ ചെയ്തികളിലും അത് അടങ്ങിയിട്ടുണ്ട്. 3 ക്രിമിനൽ നിയമങ്ങൾ നമ്മൾ പാസ്സാക്കി. മനില, സത്യം പറഞ്ഞാൽ ആ 3 ക്രിമിനൽ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെയും വരാൻ പോകുന്ന തലമുറകളെയൊക്കെ സ്വാധീനിക്കാൻ പോകുന്നതാണ്, അവരുടെ ജീവിതമാണ്. എന്താ 3 ക്രിമിനൽ നിയമങ്ങളുടെ പേര്? ഭയങ്കര പാടാ പറയാൻ. ഞാൻ അഭിഭാഷകരിരുന്നൊരു വേദിയിൽ ഞാൻ ചോദിച്ചു, ഈ IPCക്കും CRPCക്കും എവിഡൻസ് ആക്ടിനും പകരം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ 3 ക്രിമിനൽ നിയമങ്ങളുടെ പേര് പറയാൻ അഭിഭാഷകർക്ക് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നാണിക്കേണ്ട കാര്യമില്ല. മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട ജഡ്ജ് പരസ്യമായി പറഞ്ഞു, എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട് 348 നമ്മുടെ നിയമങ്ങൾ ഇംഗ്ലീഷിലായിരിക്കണമെന്നുള്ളത്. അപ്പോൾ വളരെ ചെറിയ ന്യൂനപക്ഷം സംസാരിക്കുന്ന സംസ്കൃതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ വ്യത്യസ്തരാണെന്നൊരു കേന്ദ്ര ഭരണകക്ഷി പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഒരു ഗൂഢലക്ഷ്യത്തോടെയാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അത് സൗത്തിനെതിരെയുള്ള ഒരു അറ്റാക്കായിട്ട് കൂടിയാണ് ഞാൻ കാണുന്നത്. ജൂൺ 4-ന് ഇലക്ഷൻ റിസൾട്ട് വരും. എന്ത് സംഭവിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? എന്ത് സംഭവിച്ചാലും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായിരിക്കും. ഇനി ഇന്ത്യ മുന്നണി ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞൊരു 10 കാലത്തുണ്ടായിട്ടുള്ള അപജയങ്ങളെ തിരുത്താൻ വേണ്ടിയുള്ള ദുഷ്കരമായിട്ടുള്ളൊരു പാതയിലേക്ക് പ്രവേശിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ 10 വർഷം കൊണ്ട് ഇവരുണ്ടാക്കിയ സാമൂഹിക ആ ഡിവൈഡ് നമുക്ക് പെട്ടെന്ന് നികത്താൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ അത് മനസ്സുകളിലാണ് ഡിവൈഡ് ഉണ്ടാക്കിയത്, മൾട്ടി ഹൃദയങ്ങളെ നുറുക്കിക്കളഞ്ഞത്. ഇപ്പം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയിൽ പരസ്യമായിട്ട് ഒരു പിന്നെ ഇന്ദ്രലോകം എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ ഒരു മെട്രോ സ്റ്റേഷന് മുമ്പ് വെള്ളിയാഴ്ച സമയം, ജുമയുടെ സമയം ആയതുകൊണ്ട് അവിടെ ഏതാനും മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ പുറകിൽ നിന്ന് ബൂട്ടിട്ട് ചവിട്ടുന്നു പോലീസുകാർ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ 300ഓളം വിദേശ വിദ്യാർത്ഥികളുണ്ട്. അവർ ഈ പറഞ്ഞ നോമ്പ് സമയമായതുകൊണ്ട് കുറച്ച് വിദേശത്തു നിന്ന് വന്ന കുറച്ച് മുസ്ലിം വിദ്യാർത്ഥികൾ അവിടെ ഒന്ന് നിസ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ പുറത്തുനിന്ന് ആൾക്കാർ ഇരച്ചു കയറിയിട്ട് ഞങ്ങളുടെ സംസ്കാരത്തെയാണ് നിങ്ങൾ വഷളാക്കുന്നതെന്ന് പറയുന്നത്. ആ രൂപത്തിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ സാമൂഹ്യ സ്ഥിതി മാറി. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വളരെ പെർവീസീവായിട്ടുള്ള ഒരു വലിയൊരു പരിതസ്ഥിതിയെ മുറിച്ചു കടക്കാനുള്ള വലിയൊരു ശ്രമമായിരിക്കും തുടങ്ങുക. 2, ഇനി ഒരു പക്ഷേ അപ്പുറം, അതായത് NDA ജയിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഗുരു ഗോൾവാൾക്കർ തൻ്റെ വി അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്നുള്ള പുസ്തകത്തിൽ എങ്ങനെയാണ് നാസി ജർമ്മനിയിൽ ജൂതന്മാരെ ഉന്മൂലനം ചെയ്തത് ഇന്ത്യ മാതൃകയാക്കണം എന്നുള്ള ആ പുസ്തകത്തിൻ്റെ വരികളിലൂടെ ഒരു പക്ഷേ ഈ ഗവൺമെൻറ് സഞ്ചരിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഒരു പെർപെച്വൽ ഓപ്റ്റിമിസ്റ്റാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഐ ഹാവ് ഫുൾ ട്രസ്റ്റ് ഇൻ റെസീലിയൻസ് ഓഫ് ദ പീപ്പിൾ. പലപ്പോഴും ഈ പറയുന്ന എന്താ പറയുക, നിരക്ഷരെന്ന് നമ്മൾ ധരിച്ചിരുന്ന ജനങ്ങളൊക്കെ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രബുദ്ധതയും ആർജവും പല ഘട്ടങ്ങളിലും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് പാവപ്പെട്ട നിരക്ഷരായിട്ടുള്ള ഉത്തരേന്ത്യയിലെ ജനങ്ങളാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഈ ചെപ്പടി വിദ്യ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ജനങ്ങളെ ഈ പറഞ്ഞ വിഭജിച്ച് ധ്രുവീകരണ രാഷ്ട്രീയം മാത്രം കളിച്ച് ഈ വർഗീയതയുടെ ഒരു ബോംബ് ഉപയോഗിച്ച് രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അധികകാലം മുന്നോട്ട് പോകില്ലെന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കേരളത്തിൽ 19-1 എന്നുള്ളത് എങ്ങനെ മാറുന്ന? 2004 ഐതിഹാസികമായിട്ടൊരു വിധിയെഴുത്തുണ്ടായി. 2004 ഇടതുപക്ഷം 18 സീറ്റ് കേരളത്തിൽ ജയിച്ചു. നേരെ പോയി ഡൽഹിയിൽ നിരുപാധികം BJPയെ മാറ്റി നിർത്താൻ വേണ്ടി അതുവരെ പോരാടിയിരുന്ന കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്തു. മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയം അപഗ്രഥിക്കുന്ന ഒരു ഗവേഷകന് യഥാർത്ഥത്തിൽ ഊന്നാൻ കഴിയുന്ന 5 സുപ്രധാനമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, വഴിത്തിരിവുകൾ ഉണ്ടാക്കി ഗവൺമെൻറ്റാണ് 2004. പല ആൾക്കാരും ഒരു ചർച്ചയിൽ പോലും
വിസ്മരിച്ചു പോകുന്നു. പക്ഷേ അത് മറന്നു പോവുകയാണ്. കോൺഗ്രസ്സുകാർ തന്നെ പറയാൻ മടിക്കുന്നു. കാരണം വെച്ചാൽ ഇടതുപക്ഷമാണ് അതിനൊരു നിദാനമായത്, പ്രഭവകേന്ദ്രമായത്. ഒന്ന്, തൊഴിലിനെ അവകാശമാക്കി, തൊഴിൽദാന പദ്ധതി. രണ്ട്, അറിയാനുള്ള അവകാശം നിങ്ങളുടെ മൗലികാവകാശമാക്കി, റൈറ്റ് ടു ഇൻഫർമേഷൻ. മൂന്ന്, ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ഭൂമിക്ക് അവകാശം കൊടുത്തു. നാല്, ഭക്ഷ്യസുരക്ഷ നിയമം പാസാക്കി. അഞ്ച്, വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. 5 സുപ്രധാന നിയമനിർമ്മാണങ്ങൾ 4.5 വർഷക്കാലം കൊണ്ട് സാധ്യമാക്കിയിട്ടുള്ളൊരു സംവിധാനം 2004 വന്ന UP ഗവൺമെൻറ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷം കൊടുത്ത പിന്തുണയും ഇടതുപക്ഷം കൊടുത്തിട്ടുള്ള ആ ഊർജവുമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന, വിഭാവനം ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാൻ പോകുന്നത് അതാണ്. താങ്ക് യു. താങ്ക് യു അല്ല, താങ്ക് യു വെരി മച്ച്.